വരിയിൽ അനുവിന്റെ സ്ഥാനം ഇടത് നിന്ന് 13ാമതാണ്. ആ വരിയിൽ സുമയുടെ സ്ഥാനം വലത് നിന്ന് 5ാമതാണ്. ഇവരുടെ മധ്യത്തിലാണ് പ്രിയയുടെ സ്ഥാനം. പ്രിയ ഇടത് നിന്ന് 17ാമതായാൽ ആ വരിയിൽ മുഴുവൻ എത്ര പേരുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. The coordinate of vertices of a triangle 2, 1, 6, 3, 4, 5. Then what is the centroid of the triangle എന്നാണ് ചോദിച്ചിട്ടുള്ളത്. Centroid എന്താണെന്നാ ചോദിച്ചിട്ടുള്ളത്. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സീന. ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലേ നിങ്ങള്? നമുക്കിന്ന് നമ്മുടെ ഡിഗ്രി പ്രിലിംസിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ഇന്നങ്ങ് പഠിച്ചു പോകാം. ഓക്കെ, അപ്പോ എല്ലാവരും റെഡി അല്ലേ? നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കൂ. If 40% of x is y and x plus y is 70% of z, then what percentage of z is y? എന്താണ് ചോദ്യം എന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് എക്സിന്റെ 40% എന്ന് പറയുന്നത് y ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് സെഡിന്റെ 70%വുമാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് പെർസെന്റേജ് ഓഫ് സെഡ് ഈസ് വൈ? വൈ എന്ന് പറയുന്നത് സെഡിന്റെ എത്ര പെർസെന്റേജ് ആണ് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഓപ്ഷൻ എ 28%, ഓപ്ഷൻ ബി 24%, ഓപ്ഷൻ സി 20% ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നത് 18% ആണെന്ന. എങ്ങനെയാണ് ഒന്ന് ചെയ്തു നോക്കിയാലോ നമുക്ക്? ഇവിടെ എക്സും വൈയും തമ്മിലൊരു കണക്ഷൻ ഉണ്ട് അല്ലെ? എന്താണത്? എക്സിന്റെ 40% ആയിരിക്കും വൈ. ഓക്കെ, അപ്പോ എക്സ് നമ്മൾ എങ്ങനെ എടുക്കും? സപ്പോസ് എക്സ് ഒരു 100 ആണെന്ന് വിചാരിക്കുക. എക്സ് എന്ന് പറയുന്നത് 100 ആണെന്ന് വിചാരിക്കുക. എക്സ് 100 ആണെങ്കിൽ വൈ എങ്ങനെയായിരിക്കും വരിക? എക്സ് 100 ആണെങ്കിൽ y എന്ന് പറയുന്നത് ഈ 100ന്റെ 40% അല്ലേ? 100ന്റെ 40% എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം 40 ആണെന്ന്. ഓക്കെ, അപ്പൊ x നമ്മൾ 100 ആണെന്ന് എടുത്തു. y xന്റെ 40% ആണെന്ന് പറഞ്ഞു. അപ്പൊ y എങ്ങനെ കിട്ടി? 40 എന്ന് കിട്ടി. ഇനി അടുത്തത് എന്താ പറയുന്നേ? x plus y is 70% of z എന്ന് പറയുന്നുണ്ട്. x plus y എന്ന് പറയുന്നത് സെഡിന്റെ 70% ആണ്. അപ്പൊ നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം. 70% ഓഫ് സെഡ് എന്ന് പറയുന്നതാണ് എന്ത്? x plus y അല്ലെ? 70% ഓഫ് സെഡ് ആണ് x plus y. ഇനി ഈ 70% ഞാൻ ഇങ്ങനെ എഴുതുന്നു. 70% ഓഫ് സെഡ് is equal to, ഇവിടെ x നമ്മൾ എത്ര എടുത്തിട്ടുണ്ടായിരുന്നത്? 100 ആയിരുന്നു അല്ലെ? y ആണെങ്കിൽ 40 ആയിരുന്നു. അത് ജസ്റ്റ് അങ്ങോട്ട് ആഡ് ചെയ്തു. ഇനി ഇതിൽ നിന്ന് നമുക്ക് സെഡ് എത്രയാന്ന് കാണാലോ. ഇവിടെ ഈ 0 കട്ട് ചെയ്ത് പോയി. 70/10 സെഡ് is equal to 140 എന്ന് കിട്ടി. ഇവിടുന്ന് സെഡ് എങ്ങനെ എഴുതാം? ഈ 7/10 equal to ന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? 10/7 എന്നായിട്ട് മാറും അല്ലെ? 10/7 റെസിപ്രോക്കൽ ആവും. അല്ലെങ്കിൽ ആ 7/10 എന്ന് പറയുന്നത് തിരിഞ്ഞു അപ്പുറത്തേക്ക് പോകുമ്പോൾ, ഈക്വൽ ടുന്റെ വലതുവശത്തേക്ക് പോകുമ്പോൾ. ഇനി ഈ 7ഉം ഈ 140യും കൂടെ കട്ട് ചെയ്താൽ നമുക്ക് എത്രയാ കിട്ടുക? 2 7s are 40, 20 എന്ന് കിട്ടും. That is Z is equal to 200 എന്ന് നമുക്ക് കിട്ടും അല്ലെ? അപ്പൊ നമ്മള് x 100 ആയി എടുത്തു. y 100ന്റെ 40% ആണ്. y 40 എന്നും കിട്ടി. ആൻഡ് ഇവിടെ പുതുതായിട്ട് നമുക്ക് സെഡും കൂടെ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് സെഡ് കിട്ടിയത്? 200 എന്ന്. ഇനി ഇതാണോ നമ്മുടെ ചോദ്യം? അല്ല. എന്താ ചോദിച്ചിട്ടുള്ളത്? വാട്ട് പെർസെന്റേജ് ഓഫ് സെഡ് ഈസ് വൈ? അതായത് y എന്ന് പറയുന്നത് സെഡിന്റെ എത്ര പെർസെന്റേജ് ആണെന്ന്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. y സെഡിന്റെ എത്ര പെർസെന്റേജ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. y ആണ് നമുക്ക് കാണേണ്ടത്. y എന്തിനെ ബേസ് ചെയ്ത് കാണണം? സെഡിനെ ബേസ് ചെയ്ത് കാണണം. അതെങ്ങനെ നമുക്ക് കാണാനായിട്ട് പറ്റും? അതായത് y എന്നത് സെഡിന്റെ എത്ര പെർസെന്റേജ് ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് y by z into 100 ആണ്. എന്താണ്? y ആണ് ചോദിച്ചിട്ടുള്ളത്. y സെഡിന്റെ എത്ര പെർസെന്റേജ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ y by z into 100 എന്ന് കൊടുക്കാം. ഇവിടെ നമുക്ക് y ഉള്ളത് 40 ആണ്. 40 divided by z നമുക്ക് കിട്ടിയിട്ടുള്ളത് 200 ആണ്. into 100 ചെയ്താൽ മതി. 40/200
ഇൻറ്റു 100. കട്ട് ചെയ്ത് കളയാം. ഇനി 2 സീറോസ് പോയി. then 40/2 എന്നുണ്ട് അല്ലെ. 40ന്റെ പകുതി എത്രയാണ്? 20 ആണ്. 20% ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കുക. 40% of x is y എന്ന് പറയുന്നുണ്ട്. അതുപോലെ x plus y എന്ന് പറയുന്നത് z ന്റെ 70% ആണെന്നും പറയുന്നുണ്ട്. നമുക്ക് കാണേണ്ടത് y z ന്റെ എത്ര പെർസെന്റേജ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമ്മൾ x 100 ആണെന്ന് എടുത്തു. x 100 ആണെങ്കിൽ y അതിന്റെ 40% ആണ്, അതായത് y 40 ആയിരിക്കും. തൊട്ടടുത്ത സെന്റൻസ് എന്താ? x plus y എന്നത് z ന്റെ 70% ആണ്. അപ്പൊ നമ്മൾ അവിടെ അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. 70% of z എന്ന് പറയുന്നത് x plus y ആണ്. സീറോ എല്ലാം കട്ട് ചെയ്തപ്പോ 7/10 എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടി? 7/10 into z എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടി? 140 ആണെന്ന് കിട്ടി. ഇനി നമ്മൾ z കണ്ടെത്തുന്നു. z 200 എന്ന് കിട്ടി. ഇനി ചോദ്യത്തിലേക്ക് വരിക. percentage of z. what percentage of z is y? z ന്റെ എത്ര, y എന്ന് പറയുന്നത് z ന്റെ എത്ര ശതമാനമാണ് എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഏതിന്റെയാണോ ചോദിച്ചിട്ടുള്ളത് അതെപ്പോഴും മുകളിൽ എഴുതണം. അതായത് y by z into 100 എന്ന് നമുക്ക് കൊടുക്കാം. so 40/200 into 100 എന്ന് പറയുന്നത് നമുക്ക് 20% എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. ക്ലിയർ ആയി എന്ന് കരുതുന്നു. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കൂ. -1 raised to 138 plus -1 raised to 521 plus -1 raised to 360 plus -1 raised to -200 is equal to dash എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോ ചോദ്യം എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ -1 അല്ലെങ്കിൽ 1 ഇതിന്റെയൊക്കെ പവറില് ഓഡ് നമ്പറും ഈവൻ നമ്പറും വരുമ്പോ ഇതിന്റെ വാല്യൂസ് എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കിയാൽ ഇത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. ഇവിടെ നോക്കൂ, -1 the whole raised to n എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ n ഇതിന്റെ വാല്യൂ -1 ആകുന്നത് എപ്പോഴാണെന്നറിയോ? നമ്മൾക്ക് n ന്റെ വാല്യൂ n ഈസ് ഓഡ് ആകുമ്പോൾ. ഓക്കെ, n ന്റെ വാല്യൂ ഓഡ് ആകുമ്പോഴാണ് -1 raised to n എന്ന് പറയുന്ന വാല്യൂ -1 ആവുക. അതായത് ഇതിന്റെ മീനിങ് എന്താ? പവറിലുള്ള സംഖ്യകൾ മുകളിൽ എഴുതിയിരിക്കുന്ന നമ്പേഴ്സ് അത് ഓഡ് ആവും. അതായത് ഇപ്പൊ 5, 9 അല്ലെങ്കിൽ 137 എന്നിങ്ങനെ ഓഡ് നമ്പേഴ്സ് വരുന്ന സമയത്ത് നമുക്ക് അതിന്റെ ആൻസർ ആയിട്ട് എന്താ വരിക? -1 ആണ് വരിക. ഇനി -1ന്റെ പവറില് നമുക്ക് എന്ത് വന്നു കഴിഞ്ഞാല് ഈവൻ നമ്പർ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ആൻസർ എന്ന് പറയുന്നത് +1 ആയിരിക്കും. അതായത് -1 സ്ക്വയർ, -1 raised to 4, -1 raised to 100, -1 raised to ഇപ്പോ ഒരു 200 എന്നൊക്കെയുള്ള ഈവൻ നമ്പേഴ്സ് ഇരട്ട സംഖ്യകൾ വരുന്ന സമയത്ത് നമുക്ക് ആൻസർ എന്തായിട്ടായിരിക്കും കിട്ടുക? +1 ആയിട്ടായിരിക്കും കിട്ടുക. അപ്പൊ ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കിയുള്ള കാര്യം ഇത് നോക്കി ആ പവർ നോക്കി അങ്ങ് എഴുതിയാൽ മതി. അപ്പൊ ഇവിടെ നമ്മളുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. -1 raised to 138 plus -1 raised to 521 plus -1 raised to 360 plus -1 raised to -200 എന്ന് തന്നിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നിന്റെയും വാല്യൂ നമുക്കൊന്ന് എഴുതി നോക്കാം. -1 raised to 138. 138 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഈവൻ നമ്പർ അല്ലേ? ഈവൻ നമ്പർ, പവറിൽ ഈവൻ നമ്പർ വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആൻസർ എന്തായിരിക്കും? +1 ആയിരിക്കും അല്ലേ? -1 raised to 138 എന്ന് പറയുന്നത് 138 ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് തന്നെ -1 raised to 138 1 ആയിരിക്കും. പ്ലസ് അടുത്തത് നോക്കിക്കേ, -1 raised to 521. 521 ഓഡ് ആണോ ഈവൻ ആണോ? ഓഡ് ആണല്ലേ? ഓഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ വരിക -1 എന്നായിരിക്കും. ഓക്കെ, പവറിൽ ഓഡ് വന്നു കഴിഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? -1 ആയിരിക്കും. ഇനി അടുത്തത് നോക്കിക്കേ, -1 raised to 360 എന്നാണ്.
-1 അല്ല, ഇവിടെ +1 ആണ് കേട്ടോ. ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ട്. ഇവിടെ +1 തന്നെയാണ്. ഓക്കെ, 1/316. ഇനിയിപ്പോ +1 ആണെങ്കിലും -1 ആണെങ്കിലും അവിടെ എന്തായാലും എന്താണ്, പവറിൽ ഒരു ഈവൻ നമ്പർ തന്നെയാണ്. അതുകൊണ്ട് അവിടെ പ്രശ്നം വരാനൊന്നുമില്ല. ആൻസർ എന്തായിരിക്കും? +1 ആയിരിക്കും. ഇനി അടുത്തത് നോക്കിക്കേ, -1/200 ആണ്. ഓക്കെ, -1ന്റെ പവറിൽ -200 ആണ് തന്നിട്ടുള്ളത്. പക്ഷെ ആ നെഗറ്റീവ് ചിഹ്നം നിങ്ങൾ നോക്കേണ്ട ആവശ്യമേ വരുന്നില്ല. അവിടെ ഈ 200 എന്ന് പറയുന്ന വാല്യൂ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. 200 എന്ന വാല്യൂ എന്താണ്? അതൊരു ഈവൻ നമ്പർ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക? +1 തന്നെയാണ് കിട്ടുക. ഓക്കെ, അപ്പോ ഇത്രയും മാത്രം ഓർത്തു വെക്കുക. -1n എന്ന് പറയുന്നത് ഓഡ് ആയി കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ -1 ഉം n ഈവൻ ആയി കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ +1 ഉം ആയിരിക്കും. ഇനി നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടെത്തിയാൽ മതി. ഈ +1 ഉം ഈ -1 ഉം കട്ട് ചെയ്യുക അല്ലെ, 0 ആയിട്ട് പോകും. ബാക്കി നമ്മുടെ കയ്യിലുള്ളത് എത്രയാണ്? 2 ആണ് അല്ലെ. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി 2 ആണ്. ക്ലിയർ അല്ലേ? എല്ലാവർക്കും പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള ചോദ്യം വരുമ്പോൾ നിങ്ങൾ പവറിനെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. -1ന്റെ പവറിൽ ഓഡ് നമ്പർ വന്നാൽ വാല്യൂ നെഗറ്റീവ്, -1ന്റെ പവറിൽ ഈവൻ നമ്പർ വന്നാൽ വാല്യൂ പോസിറ്റീവ്. ഇനി +1ന്റെ പവറിൽ ഓഡ് വന്നാലും ഈവൻ നമ്പർ വന്നാലും എല്ലാം എന്ത് തന്നെയാണ്? +1 തന്നെയാണ്. സോ നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം 2 ആണ്, ഓപ്ഷൻ ഡി ആണ്. Third question നോക്കാം. The coordinate of vertices of a triangle 2, 1, 6, 3, 4, 5. Then what is the centroid of the triangle എന്നാണ് ചോദിച്ചിട്ടുള്ളത്. centroid എന്താണെന്നാ ചോദിച്ചിട്ടുള്ളത്. എന്താണ് centroid എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു മുൻപേ നമുക്ക് ആ തന്നിരിക്കുന്ന ചോദ്യം ഒന്ന് കൃത്യമായി മനസ്സിലാക്കാം. ഒരു ട്രയാങ്കിളുടെ vertices ആണ് അവിടെ തന്നിട്ടുള്ളത്. എങ്ങനെയാണ് ട്രയാങ്കിളുടെ vertices വരിക? നമ്മളിപ്പോ ഇങ്ങനെ ഒരു ട്രയാങ്കിള് വരച്ചു കഴിഞ്ഞാൽ ഈ നമ്മൾ പോയിന്റുകൾ അടയാളപ്പെടുത്തും അല്ലെ. ഇത് എ, ഇത് ബി, ഇത് സി. ഈ 3 vertices ഇതാണ് ആ എ ബി സി എന്ന് പറയുന്നതാണ് 3 vertices. അതാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. 2, 1, പിന്നീട് 6, 3, അതേപോലെ തന്നെ 4, 5. ഇങ്ങനെയാണ് അതിന്റെ കോർഡിനേറ്റുകൾ തന്നിട്ടുള്ളത്. മലയാളത്തിൽ സൂചക സംഖ്യകൾ എന്ന് പറയും. ഓക്കെ, സൂചക സംഖ്യകൾ. ഓക്കെ, ഇതിന്റെ സെൻട്രോയിഡ് എന്താണെന്നാ ചോദിച്ചിട്ടുള്ളത്. സെൻട്രോയിഡിനെ മലയാളത്തിൽ പറയുക മധ്യമ കേന്ദ്രം എന്നാണ്. ഓക്കെ, അപ്പോ ഈ സെൻട്രോയിഡ് വന്നാൽ എന്താണ്? ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സെൻട്രോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആദ്യത്തെ ഒരു വേർട്ടിസസ് എ നമ്മൾ എടുക്കുമ്പോ ആ എയെ അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന വശത്തിന്റെ മിഡ് പോയിന്റുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ട്. ഈ ലൈനിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് പറയുക. ഓക്കെ, നമ്മള് മാധ്യങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. അതായത് ഈ എയിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു ലൈന് നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ബി സിയുടെ സെന്ററിലേക്ക് അല്ലെങ്കിൽ മിഡ് പോയിന്റിലേക്ക് മധ്യബിന്ദുവിലേക്ക് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഒരു മീഡിയൻ എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ നമുക്ക് ബിയിൽ നിന്നും എ സിയിലേക്കും ഒരു മീഡിയൻ വരയ്ക്കാമല്ലോ. അതേപോലെ സിയിൽ നിന്നും നമുക്ക് എ ബിയിലേക്കും എന്ത് വരയ്ക്കാം? ഒരു മീഡിയൻ വരയ്ക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ എയിൽ നിന്നുള്ള മീഡിയനും ബിയിൽ നിന്നുള്ള മീഡിയനും സിയിൽ നിന്നുള്ള മീഡിയനും എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു പോയിന്റിൽ അങ്ങ് ഇന്റർസെക്ട് ചെയ്യും, കൂട്ടിമുട്ടുന്നു. ഈ കൂട്ടിമുട്ടുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൻട്രോയിഡ് അഥവാ മധ്യമ കേന്ദ്രം എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ മക്കളെ? എല്ലാവർക്കും പറഞ്ഞ കാര്യം മനസ്സിലായോ? അതായത് നമുക്കിവിടെ തന്നിട്ടുള്ളത് ഒരു ട്രയാങ്കിളിന്റെ വെർട്ടിസസ് ആണ്. അതായത് ഓരോ കോർഡിനേറ്റുകൾ എ എന്ന കോർഡിനേറ്റ്, ബി എന്ന കോർഡിനേറ്റ്, സി എന്ന കോർഡിനേറ്റ്, ഇത്തരത്തിൽ 3 കോർഡിനേറ്റുകൾ തന്നിട്ട് നിങ്ങളോട് സെൻട്രോയിഡ് ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. സെൻട്രോയിഡ് is equal to, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എക്സ് കോർഡിനേറ്റുകളെ എല്ലാവരെയും കൂട്ടുക. ആരൊക്കെയാണ് എക്സ് കോർഡിനേറ്റ്? എയിലെ ആദ്യത്തെ സംഖ്യ, ബിയിലെ ആദ്യത്തെ സംഖ്യ, സിയിലെ ആദ്യത്തെ സംഖ്യ. അതായത് 2 + 6 + 4 ഡിവൈഡഡ് ബൈ 3 ചെയ്യണം. ഓക്കെ, എല്ലാ എക്സ് കോർഡിനേറ്റുകളെയും ആഡ് ചെയ്യുക. ഡിവൈഡഡ് ബൈ 3.
കോമ. ഇനി സെൻട്രോയിഡിന്റെ y കോർഡിനേറ്റ് എങ്ങനെയാ കാണുക? എല്ലാ y കോർഡിനേറ്റുകളെയും ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 3. അപ്പോൾ നമുക്ക് 1 പ്ലസ് 3 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 3. ഇതിന്റെ ആൻസർ എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും നിങ്ങളുടെ സെൻട്രോയിഡ്. ക്ലിയർ അല്ലേ പറഞ്ഞത്? സോ നമുക്കൊന്നൊന്ന് ആഡ് ചെയ്ത് നോക്കാം. അവിടെ എത്രയാ വരുന്നത്? 12/3 ആൻഡ് 9/3 എന്ന് വരും അല്ലെ? 12/3 ആൻഡ് 9/3. 12/3 എന്ന് പറഞ്ഞാൽ 4 ആണ്, 9/3 എന്ന് പറഞ്ഞാൽ 3 ആണ്. 4,3 ആണ് നമുക്ക് സെൻട്രോയിഡ് ആയി കിട്ടുന്നത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സോ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? സെൻട്രോയിഡ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സെൻട്രോയിഡ് കാണാനായിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് മീഡിയൻ എന്നാണ്. മാധ്യങ്ങൾ. ഓക്കെ, മീഡിയൻ എന്ന് പറഞ്ഞാൽ ആ ട്രയാങ്കിളിനകത്ത് ആ ട്രയാങ്കിളിന്റെ എ എന്ന വേർട്ടീസസിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലെ മിഡ് പോയിന്റിലേക്ക് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുക? മീഡിയൻ എന്ന് പറയുക. അങ്ങനെ 3 വേർട്ടീസസിൽ നിന്നും നമ്മൾ മീഡിയൻ വരയ്ക്കുമ്പോൾ അതിന്റെ ആ 3 വേർട്ടീസസും കൂടെ ജോയിൻ ചെയ്യുന്ന പോയിന്റ് ആണ് സെൻട്രോയിഡ്. ആ സെൻട്രോയിഡ് കാണാൻ നമുക്ക് ജനറൽ ആയിട്ട് ഒരു ഇക്വേഷൻ പറയുകയാണെങ്കിൽ ആദ്യത്തെ കോർഡിനേറ്റ് x1 y1 ഉം രണ്ടാമത്തെ കോർഡിനേറ്റ് x2 y2 ഉം മൂന്നാമത്തെ കോർഡിനേറ്റ് x3 y3 ഉം ആണെങ്കിൽ x1 plus x2 plus x3/3 y1 plus y2 plus y3/3 ആയിരിക്കും. അപ്പൊ നമ്മൾ ഫോർമുലയും എക്സും വൈയും ഒന്നും ഉപയോഗിക്കാതെ ഇത്ര മാത്രം ഓർത്തു വെക്കുക. x കോർഡിനേറ്റുകളെയൊക്കെ കൂട്ടി ഡിവൈഡഡ് ബൈ 3 ചെയ്യുക, y കോർഡിനേറ്റുകളെ എല്ലാം കൂട്ടി ഡിവൈഡഡ് ബൈ 3 ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ സെൻട്രോയിഡ് അഥവാ മലയാളത്തിൽ മധ്യമ കേന്ദ്രം എന്ന് പറയും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 4th question. Which of the following number is irrational? ഇതിനകത്ത് ഏത് നമ്പർ ആണ്? 0.12 ആണോ? 0.1213. ആ 13ക്ക് ഒരു ബാർ ഉണ്ട് അല്ലേ? അതുപോലെ ഓപ്ഷൻ സി പറയുന്നത് 0.1213. ആ 1213ക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ബാർ ഉണ്ട്. പിന്നീട് 0.30131 എക്സെട്ര. ഇതിൽ ഏതാണ് ഇറാഷണൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത് അല്ലെ? ഇറാഷണൽ എന്ന് പറഞ്ഞാൽ അഭിന്നകം എന്ന് മലയാളത്തിൽ പറയും. ഓക്കെ, റാഷണൽ ആണെങ്കിലോ ഭിന്നസംഖ്യകൾ. എന്താണ് റാഷണൽ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ? റാഷണൽ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു p/q with q not equal to 0 അല്ലെ? ഒരു p/q ഫോമിൽ എഴുതാൻ കഴിയുന്ന സംഖ്യകളെ ഒക്കെ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാൻ പറ്റും. ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം എന്താവുകയില്ല? 0 ആവുകയില്ല. എന്നാൽ ഇറാഷണൽ നമ്മുടെ ഈ ഓപ്ഷനിൽ നിന്ന് കണ്ടെത്താനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ഇറാഷണൽ നമ്പർ കണ്ടെത്താനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1-2 കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെച്ചാൽ ഇതില് ഇറാഷണൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതിലെ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് അതൊരു ഡെസിമൽ നമ്പർ ആയിരിക്കണം. എന്താണ്? ഒരു ഡെസിമൽ നമ്പർ ആയിരിക്കണം, പോയിന്റ് ഉള്ള നമ്പർ. ഓക്കെ, അതായത് p/q ഫോം നമ്മൾ റാഷണലിനെ പറഞ്ഞല്ലോ. ഇത് നമ്മൾ പറയുന്നത് ആരെ പറ്റിയിട്ടാണ്? ഇറാഷണലിനെ പറ്റിയിട്ടാണ്. ഇറാഷണൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് താഴെ തന്നിരിക്കുന്നവയിൽ ഇറാഷണൽ നമ്പർ ഏതാണ്, അഭിന്നകം ഏതാണ് എന്നാണ്. അപ്പൊ ഒന്നാമത്തെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം അത് ഡെസിമൽ ആണോ, അതായത് പോയിന്റ് ഉള്ള സംഖ്യയാണോ എന്ന് നിങ്ങൾ നോക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം അത് ഒരിക്കലും എന്താവാനായിട്ട് പാടില്ല? റെക്കറിംഗ് ആവാൻ പാടില്ല. എന്താണ് റെക്കറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റെക്കറിംഗ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ആയിട്ട് പോവുക. അതായത് 0.1111 അതെന്താണ്? റെക്കറിംഗ് നമ്പർ ആണ്, ഡെസിമൽ ആണ്. റിപ്പീറ്റഡ് ആയിട്ട് സംഖ്യകൾ പോകാം. ഇപ്പൊ 0.121212 അങ്ങനെ പോകുന്നത് എന്താണ്? റെക്കറിംഗ് ഡെസിമൽ ആണ്. അപ്പോ ഇറാഷണൽ ആണെങ്കിൽ എന്താകരുത്? റെക്കറിംഗ് ആകരുത്, നോട്ട് റെക്കറിംഗ് ആയിരിക്കണം. p
പിന്നീട് മൂന്നാമത്തെ കാര്യം പറയുന്നത് അത് അവസാനിക്കരുത്, ഡസ് നോട്ട് സ്റ്റോപ്പ്. ഓക്കെ, അവസാനിക്കരുത്. അവസാനിക്കരുത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 0.123 എന്ന് എഴുതി കഴിഞ്ഞ പിന്നെ ബാക്കി ഒന്നുമില്ല. 0.123 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, 0.123 തന്നെയാണ്. അപ്പോ അങ്ങനെ ആവരുത്, അവസാനിക്കരുത്. ഇതിങ്ങനെ നീണ്ടു പോയിക്കൊണ്ടേയിരിക്കണം. ഇപ്പൊ പൈയുടെ വിലയൊക്കെ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് അവസാനിക്കാതെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. ഓക്കെ, കാരണം പൈ ഒരു ഇറാഷണൽ നമ്പർ ആണ്. ഓക്കെ, അപ്പോ ഇവിടെ നോക്കൂ, ഇവിടെ ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്ഷൻ ആയിരിക്കും നിങ്ങളുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ ഈ തന്നിട്ടുള്ളവയിൽ ഏതാണ് ഇറാഷണൽ നമ്പർ എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കണ്ടീഷൻ അതൊരു ഡെസിമൽ നമ്പർ ആയിരിക്കണം, അത് റെക്കറിംഗ് ആകരുത്. റെക്കറിംഗ് ആകരുത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, അത് ഇപ്പോ 0.1212 റിപ്പീറ്റഡ് ആയിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവരുത്. മൂന്നാമത്തെ കണ്ടീഷൻ അത് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല, അത് അവസാനിക്കാതെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്ന സംഖ്യ ആയിരിക്കണം. അപ്പൊ ഇതിനകത്ത് ഏതാണ് അങ്ങനെ ഒരു ഓപ്ഷൻ എന്ന് നമുക്ക് നോക്കാം. ഇതിലെ ഒന്നാമത്തെ ഓപ്ഷൻ, അതായത് നമുക്ക് ഓപ്ഷൻ എ എടുത്ത് പരിശോധിക്കാം. എ നോക്കിക്കേ, 0.12 അല്ലെ, എ എന്ന് പറയുന്ന ഓപ്ഷൻ എന്താണ്, 0.12 എന്നാണ്. ഈ 0.12 എന്ന് പറയുന്നത് ഒരു ഡെസിമൽ നമ്പർ ആണ്. ഒന്നാമത്തെ കണ്ടീഷൻ ശരിയായി. പക്ഷേ അത് എന്ത് ചെയ്തു, അവസാനിച്ചു അല്ലെ, 0.12 കഴിഞ്ഞു, ഇനി അപ്പുറത്തേക്ക് എന്തില്ല, സംഖ്യകളില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, 0.12 എന്ന് പറയുന്നത് ഇറാഷണൽ അല്ല. ക്ലിയർ അല്ലേ? ഇനി ഓപ്ഷൻ ബിയിലോട്ട് പോകാം. 0.1213 ബാർ അല്ലെ, 0.1213 ബാർ. ഈ 13 ബാർ എന്ന് എഴുതിയാൽ അത് എങ്ങനെയാ നമ്മൾ വായിക്കുക, 0.12, ഈ 13 എന്നുള്ളത് റിപ്പീറ്റഡ് ആയി റെക്കറിംഗ് ആയി ഇങ്ങനെ പോകും. ഓക്കെ, അതായത് ഇനി അങ്ങോട്ട് എല്ലാവിടെയും എന്തുതന്നെയായിരിക്കും, ആ 13യുടെ മുകളിൽ ഒരു ബാർ ഇട്ട് കഴിഞ്ഞാൽ ആ 13 ഇങ്ങനെ റിപ്പീറ്റഡ്ലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ നോക്കൂ, അത് നോട്ട് റെക്കറിംഗ് ആയെങ്കിൽ മാത്രമേ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുള്ളൂ, ഇറാഷണൽ എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ എന്തായി, റെക്കറിംഗ് ആയി. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഈ രണ്ടാമത്തെ ഓപ്ഷനും നമ്മുടെ ആൻസർ അല്ല. ഓക്കെ, ഇനി ഓപ്ഷൻ സിയിലേക്ക് വരാം. ഓപ്ഷൻ സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കേ, 0.1213 ഹോൾ ബാർ എന്ന് വെച്ചാൽ ഈ 0.1213 വീണ്ടും എന്താവുകയാണ്, റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, റെക്കറിംഗ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അവിടെയും എന്തായി, നമ്മൾ പറഞ്ഞിട്ടുണ്ട് നോട്ട് റെക്കറിംഗ് ആയിരിക്കണം. ഇങ്ങനെ റിപ്പീറ്റഡ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാൻ സാധിക്കില്ല, ഇറാഷണൽ നമ്പർ ആണെന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്ഷൻ സിയും എന്തല്ല, നമുക്ക് ആൻസർ ആയിട്ട് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. അപ്പൊ ഇനി ഓപ്ഷൻ ഡിയിലേക്ക് വരൂ. ഓപ്ഷൻ ഡി ഒന്ന് നോക്കി നോക്കൂ. ഓപ്ഷൻ ഡി എന്താ പറയുന്നത്, 0.30131234 ആൻഡ് കുറേ ഡോട്ട് ഉണ്ട് അല്ലേ. അതിനർത്ഥം എന്താ, ഈ 30131234 എന്ന് പറയുന്നത് ഒരു ഡെസിമൽ നമ്പർ ആണോ? അതെ, ഡെസിമൽ നമ്പർ ആണ്. പിന്നെ അതിനകത്ത് ഏതെങ്കിലും റെക്കറിംഗ് ആവുന്നുണ്ടോ, റിപ്പീറ്റഡ് ആയിട്ട് സംഖ്യകൾ പോകുന്നുണ്ടോ, ഒരേപോലെ പോകുന്നില്ല. ഇനി അത് അവസാനിക്കുന്നുണ്ടോ? ഇല്ല. ഇവിടെ കുറെ ഡോട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അത് അവസാനിക്കുന്നില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. ഓക്കെ, അപ്പൊ അവിടുന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഇറാഷണൽ നമ്പർ അഥവാ അഭിന്നക സംഖ്യ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പോൾ ഒരു അഭിന്നകത്തെ തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്, അതൊരു ഡെസിമൽ നമ്പർ ആണോ നോക്കണം, അതൊരിക്കലും റെക്കറിംഗ് നമ്പർ ആകരുത്, അതൊരിക്കലും സ്റ്റോപ്പ് ആവരുത്. ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും, ഇറാഷണൽ നമ്പറെ ഓപ്ഷനിൽ നിന്നും എടുക്കാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? നാലാമത്തെ ചോദ്യം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. 5th ക്വസ്റ്റ്യനിലേക്ക് പോകാം. If an item is sold for rupees 182, it will be at a loss of 9%. What should be its selling price to earn 9% profit? എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു സാധനം 182 രൂപയ്ക്ക് വിൽക്കുമ്പോ അയാൾക്ക് അവിടെ എന്താ സംഭവിക്കുന്നത്? 9% ലോസ് ആണ്, 9% നഷ്ടമാണ്. ഇനി
9% ലാഭം കിട്ടണമെങ്കിൽ അയാൾ ആ ഒരു സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. ഒരു സാധനം വിൽക്കുമ്പോൾ 182 രൂപയായി. അവിടെ അദ്ദേഹത്തിന് ഒരു 9% നഷ്ടമുണ്ടായി. അങ്ങനെയാണെങ്കിൽ 9% പ്രോഫിറ്റ് ഉണ്ടാക്കാൻ അതിന് എത്ര സെല്ലിംഗ് പ്രൈസ് ഇടണം എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ 200, ഓപ്ഷൻ ബി 210, ഓപ്ഷൻ സി 218 ആൻഡ് ഓപ്ഷൻ ഡി 220. എങ്ങനെ ചെയ്യൂ ഇത്? എപ്പോഴും പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ സാധനത്തിന്റെ വില തൽക്കാലം 100 ആണെന്ന് നിങ്ങൾ അങ്ങ് മനസ്സിൽ വിചാരിച്ചേക്കണം. ഓക്കെ, 100 രൂപയാണ് ഒരു സാധനത്തിന്റെ വില. ഈ 100 രൂപയുടെ ആ സാധനം 9% ലോസ് ആണെങ്കിൽ, അല്ലെ, 9% നഷ്ടം എന്ന് പറയുമ്പോ ആ 100ൽ നിന്ന് എന്ത് ചെയ്താൽ മതി? ഒരു 9 അങ്ങോട്ട് കുറച്ചാൽ മതി. 100ൽ നിന്നും 9 പോയാൽ എത്രയാണ്? 91 ആണ്. അല്ലെ, 100 രൂപയുടെ സാധനം 9% നഷ്ടം എന്ന് പറയുമ്പോ 9 അങ്ങ് കുറയ്ക്കുക, അതായത് 91. അതിന്റെ വിലയാണ് ഈ 182 എന്ന് തന്നിട്ടുള്ളത്. നമുക്ക് സാധനത്തിന്റെ ഒറിജിനൽ പ്രൈസ് നമുക്ക് അറിഞ്ഞുകൂടാ, അല്ലെ? നമ്മൾ തൽക്കാലം വിചാരിച്ചു ആ സാധനത്തിന് 100 രൂപയാണ്. അപ്പൊ ഈ 100 രൂപയുടെ സാധനം 9% നഷ്ടമായി എന്ന് പറയുമ്പോ അവിടെ 91 രൂപയാകും. ആ 91 രൂപയുടെ സ്ഥാനത്താണ് ഇവിടെ എന്ത് തന്നിട്ടുള്ളത്? 182 രൂപ തന്നിട്ടുള്ളത്. ഇനി what should be its selling price to earn 9% profit? 9% ലാഭത്തിൽ വിൽക്കണമെങ്കിൽ എന്ന് പറയുമ്പോ നമ്മുടെ 100 രൂപയുള്ള സാധനത്തിന് എത്ര രൂപ നമുക്ക് കിട്ടണം? 9% ലാഭമാകുമ്പോ 109 രൂപ കിട്ടണം. ആ 109 എന്ന് പറയുന്നത് എത്രയാണ് എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഓക്കെ, 9% നഷ്ടത്തിൽ 182 രൂപയാണെങ്കിൽ 9% ലാഭത്തിൽ അതെത്ര എന്നാണ് ചോദ്യം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ 100 ആണ് സാധനത്തിന്റെ ഒറിജിനൽ പ്രൈസ് എന്ന് വിചാരിക്കുന്നു. അതിന്റെ 9% ലോസ് എന്ന് പറഞ്ഞാൽ 91 ആണ്. 91 ആണ് 182 എങ്കിൽ 109 അല്ലെ എത്രയാണ് എന്നാണ് ചോദ്യം. ഇനി എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് നിങ്ങൾ ക്രോസ് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ വരാ? രണ്ട് അറ്റത്തും നമ്പേഴ്സ് ഉള്ളത് 109 into 182 ഡിവൈഡഡ് ബൈ ഈ ഒറ്റയ്ക്ക് നിൽക്കുന്ന 91നെ താഴോട്ട് കൊണ്ടുവരാം. ഓക്കെ, ഒറ്റയ്ക്ക് നിൽക്കുന്ന 91നെ താഴോട്ട് കൊണ്ടുവരാം. ഇനി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാ പോരെ? നോക്കൂ, 91നെ 2 കൊണ്ട് കട്ട് ചെയ്താൽ 182 എന്ന് വരും, അല്ലെ? ഇനി 109 into 2 109 into 2 എത്രയാ വരുന്നത്? 218. ക്ലിയർ അല്ലേ? എത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പോ ഇവിടെ ഓപ്ഷൻ സി എന്ന് പറയുന്നത് 218 ആണ്. ഓക്കെ, 218 രൂപയ്ക്ക് അയാൾ ആ സാധനം വിൽക്കുമ്പോഴാണ് അയാൾക്ക് 9% പ്രോഫിറ്റ് ലഭിക്കുന്നത്. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കുക. ഇവിടെ 9% നഷ്ടം എന്ന് പറയുന്ന രൂപയാണ് 182 എന്ന് തന്നിട്ടുള്ളത്. നമ്മളോട് 9% ലാഭം എത്രയാണ്, ലാഭത്തിന് വിൽക്കുമ്പോ സെല്ലിംഗ് പ്രൈസ് എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മള് ഒരു സാധനത്തിന്റെ വില 100 രൂപയാണെങ്കിൽ അതിന്റെ 9% നഷ്ടം എന്ന് പറയുന്നത് 91 ആണ്. 91 ആണ് 182 എന്നെടുത്തു. അങ്ങനെയെങ്കിൽ 109 എത്രയാണെന്നാ ചോദ്യം. ക്രോസ് ചെയ്യുക. 109 into 182 ഡിവൈഡഡ് ബൈ 91 എത്രയാണെന്ന് കണ്ടെത്തിയാൽ മതി. ക്ലിയർ അല്ലേ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആറാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 6th question ആവറേജിൽ നിന്നാണ്. The average weight of 5 men is 45 kg. When a man of 50 kg is replaced by a man of 40 kg, then the average will be. നോക്കൂ, എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? 5 പേരുടെ ആവറേജ് വെയിറ്റ് 45 കിലോഗ്രാം ആണ്. ഇനി എന്തായി? 50 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരാളെ മാറ്റി 40 കിലോഗ്രാം വെയിറ്റ് ഉള്ള ആളെ അങ്ങോട്ട് ആഡ് ചെയ്തു. അപ്പൊ എന്താ സംഭവിക്കുക?
50 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരാളെ നമ്മള് എന്ത് ചെയ്യാണ്? റീപ്ലേസ് ചെയ്യാണ്. എന്നിട്ട് 40 കിലോഗ്രാം ഉള്ള ആളെയാണ് അകത്തേക്ക് കയറ്റുന്നത്. അപ്പോൾ അവിടെ ആവറേജിൽ എന്താ സംഭവിച്ചത്? ആവറേജിൽ ഒരു കുറവുണ്ടായല്ലോ. അത്രമാത്രം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇവിടെ 5 പേരുടെ ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 45 കിലോഗ്രാം ആണ് അല്ലെ? ഈ 45 കിലോഗ്രാം അവിടെ നിൽക്കട്ടെ. അടുത്തതിലേക്ക് വരിക. 50 കിലോഗ്രാം ഉള്ള ഒരാളെ 50 കിലോഗ്രാം ഉള്ള ഒരാളെ റീപ്ലേസ് ചെയ്തു അല്ലെ? ആരെ കൊണ്ട്? 40 കിലോഗ്രാം ഉള്ള ഒരാളെ കൊണ്ട് റീപ്ലേസ് ചെയ്തു. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? 10 കിലോഗ്രാം ഇവിടെ എന്തായി? കുറഞ്ഞു അല്ലെ? -10 ആയി അല്ലെ? 50 കിലോഗ്രാം ഉള്ള ഒരാള് പോയി 40 കിലോഗ്രാം ഉള്ള ഒരാള് എൻറ്റർ ചെയ്തു. അപ്പൊ അവിടെ ഒരു 10ന്റെ കുറവ് വന്നു. അപ്പൊ ഈ 10 എത്ര പേർക്കും തുല്യമായി ഡിവൈഡ് ചെയ്ത് കൊടുക്കണം? 5 പേർക്കും തുല്യമായി ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. സോ -10/5. ഇത്രയേ ഉള്ളൂ ഇവിടെ ചെയ്യാനായിട്ട്. ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ചാൽ മതി. 45 - 10/5 എന്ന് പറഞ്ഞാൽ 2 ആണ്. ആൻസർ 43. സിമ്പിൾ ആയി ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം എന്ന് കിട്ടും. അപ്പോൾ ആ കുറയുന്ന സമയത്ത് നിങ്ങൾ മൈനസ് എന്നിട്ടാ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇവിടെ -10/5. ആ 10ന്റെ ആവറേജ് നമ്മൾ എടുക്കണം. ഓക്കെ, അപ്പോ ആദ്യം ഉണ്ടായിരുന്ന ആവറേജിൽ നിന്ന് എന്ത് സംഭവിച്ചു? മൈനസ് ആയി. 10/5 മൈനസ് ആയി. ഇനി ഇത് തന്നെ 40 കിലോഗ്രാം ഉള്ള ആളെ പുറത്താക്കി 50 കിലോഗ്രാം ഉള്ള ആളെയാണ് അകത്ത് കൊണ്ടുവരുന്നെങ്കിലോ? അപ്പൊ ആവറേജ് കൂടും അല്ലെ? 40 മാറി 50 ആകും. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പൊ നിങ്ങൾ +10/5 ആണ് ചെയ്യേണ്ടത്. അത്രയേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? 6th ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് കരുതുന്നു. അപ്പൊ ഇവിടെ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. 43 ആണ് ആവറേജ് ആയിട്ട് വരുന്നത്. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 7ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് മലയാളത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളതെന്ന്. ഒരു വരിയിൽ അനുവിന്റെ സ്ഥാനം ഇടത് നിന്ന് 13ാമതാണ്. ആ വരിയിൽ സുമയുടെ സ്ഥാനം വലത് നിന്ന് 5ാമതാണ്. ഇവരുടെ മധ്യത്തിലാണ് പ്രിയയുടെ സ്ഥാനം. പ്രിയ ഇടത് നിന്ന് 17ാമതായാൽ ആ വരിയിൽ മുഴുവൻ എത്ര പേരുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നല്ല അടിപൊളി ചോദ്യമാണ് അല്ലെ? നമുക്കൊന്ന് നോക്കിയാലോ എങ്ങനെയാണ് ഇത് ചെയ്യുകയെന്ന്. ഒരു വരിയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വലിയൊരു വരി അങ്ങ് വരയ്ക്കുവാണ്. ഓക്കെ, ഇനി ആ വരിയിൽ അനുവിന്റെ സ്ഥാനം. ഇനി നിങ്ങൾക്ക് ഇടതും വലതും അറിയാലോ. ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ ഇടത്. ഓക്കെ, ഇതാണ് ഇടത് ഭാഗം അല്ലെ? അപ്പൊ അനുവിന്റെ സ്ഥാനം എവിടെയാ? ഇടത് നിന്ന് 13ാമതാണ് അല്ലെ? അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇടത് നിന്ന് 13ാമത്തെ പ്ലേസിലാണ് അല്ലെ? 13th പൊസിഷനിലാണ് ആര് നിൽക്കുന്നത്? നമ്മുടെ അനു നിൽക്കുന്നത്. അപ്പൊ അനുവിന്റെ സ്ഥാനം 13th പൊസിഷനിലാണ് അല്ലെ? അപ്പോ അനുവിന്റെ മുൻപ് എത്ര പേര് അവിടെ ഉണ്ട്? നിങ്ങൾക്ക് മനസ്സിലാമോ? അനു 13ാമതാണെങ്കിൽ അനുവിന്റെ മുൻപ് ഇവിടെ എത്ര പേരുണ്ട്? 12 പേരുണ്ട്. ഈ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഒരു വരിയിൽ അനുവിന്റെ സ്ഥാനം ഇടത് നിന്ന് 13ാമതാണ്. അപ്പൊ ഇടത് നിന്ന് 13ാമത് എന്ന് പറയുമ്പോ അനു 13ാമത്തെ പൊസിഷനിൽ നിൽക്കുന്നു. അനുവിന്റെ മുന്നിൽ എത്ര പേരുണ്ട്? 12 പേരുണ്ട്. ഇനി ആ വരിയിൽ സുമയുടെ സ്ഥാനം വലത് നിന്ന് 5ാമതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് വലത് നിന്ന് 5ാമത് നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ വരിയിൽ എത്ര പേരുണ്ടെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഈ 5ാമത് എന്ന് പറയുന്നത് അനുവിന്റെ ഇടതുവശത്തായിരിക്കോ വലതുവശത്തായിരിക്കോ വരുവാന്ന് നമുക്ക് ഒരു ഉറപ്പുമില്ല അല്ലെ? അതുകൊണ്ട് നമുക്ക് ആ ഒരു സെന്റൻസ് ഇപ്പൊ തൽക്കാലം മാർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി ഒരു കാര്യം പറയുന്നുണ്ട്, ഇവരുടെ മധ്യത്തിലാണ് പ്രിയയുടെ സ്ഥാനം എന്ന്. അതായത് അനുവിന്റെയും സുമയുടെയും സെന്ററിലാണ് ആരിയിരിക്കുന്നത്? പ്രിയ ഇരിക്കുന്നത്. അപ്പോ പ്രിയ സെന്ററിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അനുവും പ്രിയയും തമ്മിൽ ഉള്ള ഗ്യാപ്പ് തന്നെയായിരിക്കും പ്രിയയും സുമയും തമ്മിൽ ഉണ്ടാവുക. അപ്പോഴാണ് എന്താവുക? സെന്റർ ആവുക അല്ലെ? ഒരു സെന്റർ എന്ന് പറയുമ്പോ ഞാനിപ്പോ രണ്ടാൾക്കാരുടെ സെന്ററിലാണ് ഇരിക്കുന്നതെങ്കിൽ എന്റെ വലതുവശത്തുള്ള ആൾക്കാരുടെ എണ്ണവും അവരുടെ അടുത്തുള്ള എണ്ണവും അതേപോലെ എന്റെ ഇടതുവശത്തുള്ളവരുടെ എണ്ണവും എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലെ? സെന്റർ എന്ന് പറയുമ്പോൾ. അപ്പൊ ആ ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സെന്റൻസിലേക്ക് പോകാം. പ്രിയ ഇടത് നിന്ന് 17ാമതായാൽ. പ്രിയ ഇടത് നിന്ന് 17ാമതായാൽ എന്ന് പറയുന്നുണ്ട്. അപ്പൊ പ്രിയ ഇടത് നിന്ന് 17ാമതാവുക എന്ന് പറഞ്ഞാൽ എവിടെയാ വരിക?
ഇവിടെ നോക്കിക്കേ, ഇവിടെ ആരുണ്ട്? അനു ഉണ്ട്. 13-ാം സ്ഥാനത്ത് അനു ഉണ്ട്. അപ്പൊ പ്രിയ ഇവിടെയാണ് 17-ാമതാണെങ്കിൽ 17th പൊസിഷനിലാണ് പ്രിയ ഇരിക്കുന്നത് എങ്കിൽ അനുവിനും പ്രിയയ്ക്കും ഇടയിൽ എത്ര പേരുണ്ടാകും? നോക്കിക്കേ, 13-ൽ നിന്നും 17ലേക്ക് പോകാൻ 14, 15, 16 അല്ലേ? അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും ഇടയിൽ എത്ര പേരുണ്ടാകും? 3 പേരുണ്ടാവും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ പറഞ്ഞത്? പ്രിയ ഇടത് നിന്ന് 17-ാമതായാൽ എന്ന് പറയുമ്പോ എന്ത് മനസ്സിലായി? ഇടത് നിന്ന് 17-ാമത് എന്ന് പറയുമ്പോ അനു കഴിഞ്ഞ് 3-ാമതും കഴിഞ്ഞ് 4-ാമതാണ് ആരിയിരിക്കുന്നത്? പ്രിയ ഇരിക്കുന്നത് അല്ലേ? ഇനി നമുക്കറിയാം അനുവും പ്രിയയും തമ്മിലുള്ള അതേ ഗ്യാപ്പ് ആയിരിക്കും പ്രിയയും സുമയും തമ്മിലുള്ളത് അല്ലെ? അപ്പൊ പ്രിയയും സുമയും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ പ്രിയ അനുവിന്റെയും സുമയുടെയും മധ്യഭാഗത്താണെന്ന് പറയുന്നുണ്ട് അല്ലെ? നോക്കൂ, ഇവരുടെ മധ്യത്തിലാണ് പ്രിയയുടെ സ്ഥാനം എന്ന് പറയുന്നുണ്ട്. അപ്പൊ പ്രിയ മധ്യത്തിൽ ഇരിക്കണമെങ്കിൽ ഇവിടെ ഒരു 3 ആളും കൂടെ കഴിഞ്ഞ് അല്ലെ? പ്രിയ കഴിഞ്ഞ് ഒരു 3 ആളും കൂടെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ 17 കഴിഞ്ഞ് 18, 19, 20 കഴിഞ്ഞ് 21-ാമത്തെ സ്ഥാനത്തല്ലേ ആരുണ്ടാവുക? നമ്മുടെ സുമ ഉണ്ടാവുക അല്ലേടാ? മനസ്സിലായോ പറഞ്ഞത്? അല്ലേ? കാരണം പ്രിയ അനുവിന്റെയും സുമയുടെയും സെന്റർ മോസ്റ്റ് മധ്യഭാഗത്താണ് വരുന്നത്. അപ്പോൾ അനുവും പ്രിയയും തമ്മിലുള്ള അതേ ഗ്യാപ്പ് ആയിരിക്കും പ്രിയയും സുമയും തമ്മിൽ ഉണ്ടാവുക. ഇനിയാണ് നമ്മൾ മറ്റേ മുന്നിൽ പോയ സെന്റൻസിലേക്ക് വീണ്ടും പോകുന്നത്. ആ വരിയിൽ സുമയുടെ സ്ഥാനം വലത് നിന്ന് 5-ാമതാണ് എന്ന് പറയുന്നുണ്ട്. സുമയുടെ സ്ഥാനം വലത് നിന്ന് 5-ാമത്. ഇതാണ് വലത് അല്ലെ? ഈ ഒരു ഭാഗമാണ്. ഇവിടുന്ന് 5-ാം സ്ഥാനത്ത് സുമ ഇരുന്നാൽ ഇവിടെ സുമയ്ക്ക് ശേഷം എത്ര പേരെ ഉണ്ടാവുള്ളൂ? 4 പേരല്ലേ ഉണ്ടാവുള്ളൂ. വലത് നിന്ന് 5-ാം സ്ഥാനത്ത് സുമ ഇരിക്കുന്നു. അപ്പോ സുമ ഇരിക്കുന്ന സുമയ്ക്കും വലത് അറ്റത്തും ഇടയിൽ എത്ര പേരുണ്ടാകും? 4 പേരുണ്ടാകും. ഇപ്പൊ എല്ലാം നമ്മൾ എഴുതി അല്ലെ? തന്ന സെന്റൻസുകൾ എല്ലാം തന്നെ നമ്മൾ എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ വരിയിൽ മുഴുവൻ എത്ര ആൾക്കാരുണ്ട് എന്നാണ് കാണേണ്ടത്. അപ്പൊ ഇവിടെ ആൾക്കാരെ എല്ലാം ആഡ് ചെയ്യണം. ആദ്യം ഒരു 12 പ്ലസ് അനുവിനെയും കൂടെ നമ്മൾ കൂട്ടണം അല്ലെ? പ്ലസ് പിന്നെ ഒരു 3 പേര് കഴിഞ്ഞ് പ്രിയയെ കൂട്ടി, പ്ലസ് ഒരു 3 പേരും കൂടെ കഴിഞ്ഞ് സുമയെ കൂട്ടി, പിന്നെ സുമ കഴിഞ്ഞ് 4 പേര്. ക്ലിയർ അല്ലേ? ആദ്യം 12 പേര്, പിന്നെ അനു ഉണ്ട്. നമ്പറിനെ മാത്രം കൂട്ടരുത്. ആദ്യം 12 പേര്, പിന്നെ അനു ഉണ്ട്. അനു കഴിഞ്ഞു, പിന്നെ 3 പേര്. അത് കഴിഞ്ഞാൽ പിന്നെ പ്രിയ ഉണ്ട്. പ്രിയ കഴിഞ്ഞ് വീണ്ടും 3 പേര്. പിന്നെ സുമയുണ്ട്. സുമ കഴിഞ്ഞ് വീണ്ടും 4 പേര്. ഇവരെ എല്ലാവരെയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമുക്ക് 25 പേര് ഈ ഒരു വരിയിലുണ്ട് എന്ന് മനസ്സിലാകും. ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എല്ലാവർക്കും പറഞ്ഞത് മനസ്സിലായില്ലേ? എല്ലാവരും നോക്കുക, കൃത്യമായി മനസ്സിലാക്കുക. അപ്പോ ഈ തന്നിരിക്കുന്ന സെന്റൻസുകൾ അതേപടി നമുക്ക് വരിയിൽ അടയാളപ്പെടുത്താനായിട്ട് പറ്റില്ല. ഓരോ സെന്റൻസുകൾ കഴിഞ്ഞ് ചിലപ്പോൾ അവസാനത്തെ സെന്റൻസ് എന്നായിരിക്കും ആദ്യം അടയാളപ്പെടുത്താനായിട്ട് സാധിക്കുക. അത് നോക്കി മനസ്സിലാക്കി നിങ്ങൾ കൃത്യമായിട്ട് ഇതൊന്ന് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇതിന്റെ ആൻസർ എഴുതാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? സോ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയി മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു 7 ചോദ്യമാണ് പറഞ്ഞത്. ഈ 7 ചോദ്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് തന്നെ ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു സെക്ഷനിൽ ഇതുപോലെയുള്ള നല്ല നല്ല ചോദ്യങ്ങളുമായിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.